ഏകദേശം അന്വേഷണം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരാണ് പ്രതിയെന്നും എങ്ങനെയാണ് കൊണ്ടുപോയതെന്നും ഏകദേശം ഒരു ധാരണയുണ്ട്. ഏകദേശ ധാരണയല്ല, നമുക്കറിയാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ മുൻപ് ചെറിയ സൂചന പോലീസിന് കൊടുത്തിട്ടും പോലീസ് അത് അവഗണിക്കുകയാണ് ചെയ്തത്. ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ജുനൈദിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ജുനൈദ് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ സംസാരിച്ചു. അതായത് ഈ കേസ് ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ആരാണ് പ്രതി, ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിയ ഫാത്തിമയുടെ ഉമ്മയെടുത്തും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ ദിയ ഫാത്തിമയുടെ ഉമ്മ, കട്ടിൽ കിടക്കുന്ന ഉമ്മ ചാടി എണീറ്റു എന്നാണ് പറയുന്നത്. കാരണം ആൾക്കെന്നെ വളരെ സന്തോഷമായി. കാരണം കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ, സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞപ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് ജുനൈദ് തൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ. ഞാൻ ഇങ്ങനത്തെ ധൈര്യത്തിൽ പറയാൻ കാരണം, ഉറപ്പിച്ച് പറയാൻ കാരണം, ഞാൻ ഇവിടെ നിന്നിട്ട് ഈ കേസ് അന്വേഷിച്ച്, കാരണം അത് പോയത് നമ്മുടെ കുട്ടിയാണ് പോയത്. ഞാൻ അങ്ങനെ കരുതുന്നത്, എന്റെ മോളായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ആ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ കണ്ടെത്തി അന്വേഷിച്ച സംഭവങ്ങള് ഞാൻ 2 പേർക്കാണ് ഷെയർ ചെയ്തത്. അതായത് ഞാൻ ഇത്ര കാലം അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്തി, നിങ്ങൾ ചോദിക്കുന്ന വലിയ ചോദ്യത്തിന് ഒരു ഉത്തരം. ഞാൻ ആദ്യം A തൊട്ട് Z വരെ ഇന്ന ആളാണ് പ്രതി, ഇന്നതാണ് കാര്യങ്ങൾ, ഇന്നതാണ് ഫുൾ തെളിവ്. കാരണം ആളുകൾക്ക് വേണ്ടത് തെളിവാണ്, കോടതിക്ക് വേണ്ടി തെളിവാണ്. പക്ഷെ കോടതിയിലേക്ക് എത്താനുള്ള തെളിവ് കുറച്ചും കൂടെ ബാക്കി കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആകാംക്ഷയോടെ ആരായിരിക്കും ആ പ്രതി എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത അതിനപ്പുറത്തേക്കാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനത് ആദ്യം ഷെയർ ചെയ്തത് ഒരു ഓഫീസറോടായിട്ടായിരുന്നു, നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേരോ കാര്യമോ ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനോടായിരുന്നു ആദ്യം ഞാനിത് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതുപോലെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഈ കാര്യങ്ങള് ദിയ ഫാത്തിമയുടെ ഉമ്മയോട് പറഞ്ഞു. ആ ഉമ്മ കട്ടിലിരിക്കുകയായിരുന്നു. അത്ര ഞാൻ പറയുമ്പോ കട്ടിൽ കിടക്കുകയായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോ കട്ടിലിൽ ചാടി എഴുന്നേറ്റിട്ട് റോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇത് എന്റെ ഒരു മിടുക്കല്ല, ഞാൻ ഒരിക്കലും എന്റെ മിടുക്കെന്ന് പറയില്ല. ഒരുപാട് ആളുകളെ സഹായിക്കാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നിങ്ങളൊക്കെ പ്രാർത്ഥന, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പ്രാർത്ഥന ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ പ്രാർത്ഥന അത് തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും എന്നിലേക്ക് എത്തുന്നത് പുതിയ ഓരോ തുമ്പുകൾ, കാര്യങ്ങൾ, പ്രശ്നം എന്തെങ്കിലും. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്കും അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. കാരണം ആ കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നുണ്ടോ. കാരണം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് തണുത്തു പോകും. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ആർക്കും ഒരു ഇതുണ്ടാവില്ല, അതൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല. അതാണ് ദിവസം ദിയ ഫാത്തിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നുള്ള ഒരു ഇതുണ്ട്. കാരണം അതൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അതായത് ഏകദേശം ആരാണെന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കാര്യം ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് ജുനൈദിൻ്റെ അടുത്ത് താങ്ക്സ് ആണ്. അതുപോലെ തന്നെ ജുനൈദ് ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ, ആ കുട്ടിയെ വീട്ടിലോട്ട് എത്തിക്കാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഒരു പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയതിന്. കാരണം ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ട് ആരാണ് ആ കുട്ടിയെ കൊണ്ടുപോയതെന്നും അതുപോലെ തന്നെ ഏകദേശം ആ കാര്യങ്ങളിലോട്ട് എത്തിപ്പെട്ടതിന് ഒരുപാട് റിസർച്ചിനും ഒരുപാട് പരിശ്രമത്തിനും ശേഷം. കാരണം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കഴിഞ്ഞൊരു കേസായിരുന്നു. പക്ഷേ അത് ജുനൈദിൻ്റെ ഒരു ടീമും അതിനെ സഹായിച്ചിട്ടുള്ള ഒരു ടീം ഓഫ് പീപ്പിൾസ്, കേരളത്തിലൊരു ടീം ഓഫ് പീപ്പിൾസിൻ്റെ ഒരു ഇതുകൊണ്ടും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് തന്നെ പറയാം, സപ്പോർട്ടീവ് പീപ്പിൾസ്, അവരൊരു ഇതുകൊണ്ടും ആ കേസിന് ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു തുമ്പ്. കാരണം ഏതൊരു കേസിലും ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം, നമ്മൾ ഒരു കയ്യൊപ്പ് എന്തെങ്കിലും ഒന്നൊരു ബാക്കി വെച്ചിട്ടുണ്ടാവും, ഒരു എവിഡൻസ് ഒരു ബാക്കി ഉണ്ടാവും. കാരണം അതാണ് ആ കേസിൻ്റെ ഒരു ആ കേസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്. കാരണം അത് നമ്മൾ ഒരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
കുറ്റം ചെയ്തവൻ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവനുള്ള ശിക്ഷ പ്രകൃതി ഭൂമി തന്നെ കിട്ടും. അതതിൻ്റെ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏതൊരു ക്രൈം ചെയ്താലും, അതിപ്പോൾ കൊലപാതകമായാലും തട്ടിക്കൊണ്ടുപോലായാലും എന്താണെങ്കിലും മോഷണമാണെങ്കിലും അതിനുള്ളൊരു പണിഷ്മെൻറ്റ് പിന്നെ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവിഡൻസ്, അതായത് അതിനുള്ളൊരു എവിഡൻസ് അവിടെ ബാക്കി ഉണ്ടാവും, എന്തെങ്കിലും ഒരു സൂചന ഉണ്ടാവും. അപ്പം ആ സൂചനയിൽ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഒരു കേസ് കണ്ടുപിടിച്ച് അതിന് അതിൻ്റെ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിയ ഫാത്തിമയുടെ കേസിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ഈ കേസിലുണ്ട്. ആ എവിഡൻസിൽ നിന്ന് തന്നെയാണ് ഈ കേസിനുള്ള ഒരു തുമ്പ് കിട്ടിയതും. ഇപ്പോൾ ആ തുമ്പിൽ പിടിച്ച് കയറി അതിൻ്റെ ഒരു ക്ലൈമാക്സിലോട്ട് എത്തിയിട്ടുണ്ട്, ക്ലൈമാക്സ് സീനിലോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജുനൈദ് പറഞ്ഞൊരു കാര്യം, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ജുനൈദ് ഫോൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എനിക്ക് നാടകം കളിക്കുന്ന സ്വഭാവം ചെയ്യുകയില്ല. പിന്നെ എന്റെ ഹാപ്പിനെസ് ആണ് തന്നെ ഇത് നമ്മളെ കൊണ്ട് ഒരാൾക്ക് അതൊരു കുട്ടി ഇൻവോൾവ് ആകും. മറ്റേ പൊഞ്ഞു പോയതോ അല്ലെങ്കിൽ സ്വത്തരിശമാക്കിയ കേസൊന്നുമല്ലല്ലോ, ഒരു കുഞ്ഞു കുട്ടിയല്ലേ. അപ്പൊ അത് നമുക്ക് മറ്റേ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊക്കി ഒരു എന്താ പറയുക, എന്താ പറയാ, ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇലകൾ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ അതിനെ നമ്മുടെ ഹാപ്പിനെസ് അത്രേ ഉള്ളൂ. പിന്നീട് നല്ലൊരു പ്രവൃത്തി ചെയ്തത് നിങ്ങൾ അവിടെ നിന്നും കൊണ്ട് ചെയ്യാതെ നിങ്ങൾ ഇവിടെ എത്തി എന്തായിരിക്കും, ഇത് എപ്പോഴും തെളിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അത് ഞാൻ സമ്മതിച്ചിരിക്കും, ഫുൾ സല്യൂട്ട്. അപ്പൊ എന്റെ പോയിന്റ്സ് 1 2 കേട്ടില്ലേ? അത് ഈ 2 പേർക്കാണ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തത്. ഒന്ന് ദിയ ഫാത്തിമയുടെ ഉമ്മക്ക്, ആ ഉമ്മ 100% സന്തോഷത്തിലാണ് എന്തിരിക്കുന്നത്. അവനോട് ചോദിക്കും കുട്ടീനെ എന്താണ് പിടിച്ചു കൊണ്ടുവരാത്തത്, അതാണ് പ്രശ്നങ്ങൾ. അത് ഞാൻ പറയാം ആയിട്ടില്ല. അപ്പൊ ഈ ഓഫീസർ പറഞ്ഞു കേട്ടോ നിങ്ങള്, അദ്ദേഹം എനിക്കൊരു സല്യൂട്ട് വരെ തന്നു ഞാൻ ഈ അന്വേഷിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ. അതെനിക്ക് കിട്ടിയൊരു ഊർജ്ജം, അത്രയും സന്തോഷമായി എനിക്ക്. കാരണം അങ്ങനത്തെ ആളുകളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ കേസ് എത്രത്തോളം അങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്നിരുന്നെങ്കിൽ ആ കുട്ടി വീട്ടിലുണ്ടാവുന്ന പറഞ്ഞു. എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നാട്ടിൽ വരാൻ ഈ കാര്യത്തിന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ലോണ പ്രശ്നങ്ങൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ജുനൈദിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചത്. അതായത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ്, അല്ലെങ്കിൽ ആരാണ് പ്രതി, അല്ലെങ്കിൽ ആരാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ജുനൈദ് അതിൽ പറയുന്നുണ്ട്, ആ ജുനൈദ് നമ്പർ കൊടുക്കാം, ഇനിയിപ്പോൾ ആൾക്ക് മനസ്സ് മാറിയിട്ടെങ്ങനെ കുട്ടിനെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഈ ചെയ്തൊക്കെ പുറത്തു കൊടുക്കും. അപ്പോൾ ഈ ചെയ്ത 10 വർഷം ചെയ്ത എല്ലാ കാര്യങ്ങളും പുറത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കും അതിനെ പറയാനുള്ളത്, പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പിടുത്തമായിരിക്കും, ഊരിപ്പോരാൻ സാധിക്കില്ല. എല്ലാ വകുപ്പും അതിൽ ഇടും, എല്ലാ വകുപ്പും. അതായത് തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെ അതിലിടും. അപ്പോൾ അതിന് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. വലിയ പ്രശ്നമല്ല, വലിയൊരു ബുദ്ധിയിലോട്ട് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ലൊരു മനസ്സ് തോന്നിയിട്ട് ആൾ തിരിച്ചു കൊടുത്താൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. കൂടുതൽ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ മറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ പോലീസ് ഈ കാര്യങ്ങൾ കൈമാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ജുനൈദ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരിട്ടിയിലെ പോലീസ് വളരെയധികം നിസ്സാരമായി കണ്ടു. അതുപോലെ തന്നെ ഇനി അവർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊടുത്താലും അവരത് കൂടുതലായിട്ട് വലിയ കാര്യത്തിൽ എടുക്കൂല എന്നുള്ള കാര്യങ്ങൾ കൊണ്ടും പോലീസിന് ഈ കേസ് കാര്യങ്ങൾ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നു. പിന്നെ വേറെ വലിയ ഏജൻസി ഏൽപ്പിക്കാൻ അതും ആലോചിക്കേണ്ട കേസാണ്. എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും, എന്താ വെച്ചാൽ അടുത്ത വീഡിയോയിലും കാര്യങ്ങൾ പറയും. കാരണം ഏകദേശം ഇത് പ്രതിയിലോട്ട് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇനി ആ പ്രതിയെ പിടിക്കുക എന്നുള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട്, ചില്ലറ സംഭവങ്ങളല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായം പോലീസിൻ്റെ സൈഡിൽ നിന്നാണ് വേണ്ടത്, സത്യമാണത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന പോലീസ് വളരെയധികം നിസ്സാരമായി കാണുകയും അത്ര വലിയ കാര്യമൊക്കെ എടുക്കാത്തതുകൊണ്ടും ചിലപ്പോൾ ഈ പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തി രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ അയാളെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടും ജുനൈദിന് ഇത് ഏൽപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അല്ലെങ്കിൽ മുതിർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പോലീസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്,
മുകളിൽ നിന്നുള്ള ഇത് വന്നാൽ മാത്രം ഓർഡർ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കേസ് രണ്ടാമത് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ സംസാരിച്ചു. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്ന ഏത് ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഓർഡറോ കാര്യങ്ങളോ വരണം, അല്ലെങ്കിൽ അവിടുന്നുള്ളൊരു ഇത് വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ ഈ കേസ്. അത് പോലീസിനായാലും മറ്റുള്ള ഏജൻസീസിക്കായാലും CIDക്കായാലും ആർക്കാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ദിയ ഫാത്തിമയെ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത്, ആ കുട്ടി ഉമ്മാൻ്റെ അടുത്തോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാം എന്താണ് വരാൻ പോകുന്നത് എന്ന്. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ പുതിയ അപ്ഡേറ്റ്. ഓക്കെ, എന്തായാലും നമുക്ക് നല്ലൊരു റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.